ഇന്നത്തെ പെൺകുട്ടികളോട് പറയുക, കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ പെൺകുട്ടികൾ പറയും സമ്മതിക്കത്തില്ല, പ്രണയമൊന്നുമില്ല. എന്തേ മോളെ? എൻ്റെ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദെ എത്ര നല്ല ആലോചന വന്നിട്ട് ഇവള് സമ്മതിക്കണില്ല, ഒന്ന് ഉപദേശിക്കാൻ. ഞാൻ ചോദിച്ചു, എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്ത? ഓള് പറഞ്ഞ മറുപടി, ഉസ്താദെ ഞാൻ ജോലിയായിട്ടേ കെട്ടുന്നുള്ളൂ, ഞാൻ ജോലിയായിട്ടേ കെട്ടുന്നുള്ളൂ. അവളാ കെട്ടുന്നത്, അതാ മനസ്സിലാക്കേണ്ടത്. അവള് പറയാ ഞാൻ ജോലിയായിട്ടേ കെട്ടുന്നുള്ളൂ. അതെന്തേ? ഉസ്താദെ എന്നെ കെട്ടുന്ന ചങ്ങാതി, ആ ചങ്ങാതി അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല. ഒരു മുഴം മുമ്പേ അറിയാം. അവൾ ഇപ്പോഴേ പറയുന്നത്, എന്നെ കെട്ടുന്ന ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് മാത്രം കുടുംബം പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം ഇവളുടെ വാപ്പ IPS-ഉം അമ്മ കളക്ടറുമായിരുന്നു. ആലോചിക്കേ, 4ാം ക്ലാസ്സും കുസ്തിയും. നിങ്ങളുടെ കുട്ടികളുടെ കൺസെപ്റ്റ് അങ്ങനെ ആയിപ്പോയോ? അത് അങ്ങനെ ആയിപ്പോയി. എൻ്റെ പൊന്നാര പെങ്ങളെ നീ മനസ്സിലാക്കേണ്ടതെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ, അല്ലാത്തവൻ ദിക്റും പറഞ്ഞു നടക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് അങ്ങനെ ആയിപ്പോയി മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ എന്തിനാ രാവും പകലും കഷ്ടപ്പെടുന്നേ? തിന്നാൻ ഭക്ഷണം വേണം, എനിക്കും തിന്നണം, എൻ്റെ ഭാര്യയ്ക്കും തിന്നണം, എൻ്റെ മക്കൾക്കും തിന്നണം. ആരുടെ മുമ്പിലും കൈ നീട്ടരുത്. നമ്മുടെ കുടുംബത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം. ഇതിനു വേണ്ടിയാ നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിനു വേണ്ടിയല്ലേ? ആണോ? അല്ലേ? അവനവന്റെ കുടുംബത്തിന് അന്നം കൊടുക്കാനല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ എന്തേ ഉള്ളത് പറഞ്ഞങ്ങാതിമാരല്ലേ? അതിനല്ലേ? നിങ്ങൾക്ക് ഭക്ഷണം മതിയോ? നിങ്ങൾക്ക് ഭക്ഷണം മതിയോ? എങ്കിൽ അള്ളാഹു പറയുകയാ, ഞാൻ തരാം ഭക്ഷണം. നീ എന്തിനാ പേടിക്കുന്നത്? നീ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? അല്ല പറയുകയാ, നിനക്ക് ഞാൻ ഭക്ഷണം തരാം. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ല, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഭക്ഷണം വേണ്ടവരൊക്കെ കൈവക്ക്, ഭക്ഷണം വേണ്ടവരൊക്കെ കൈവക്ക്. മരിക്കുന്ന കാലം വരെ ഹലാല് വേണ്ടവര് കൈവക്ക്. ഒക്കെ താത്ത, ചില താത്താമാര് പറയുന്നത് ഞാൻ പിരിവെടുത്തോളാന്ന്, അത് നിന്റെ ഇഷ്ടം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭക്ഷണം വേണോ? 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 പൈസ ഒന്നും കൊടുക്കണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. അല്ല പറയുന്നു, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും. നീ എന്ന് മീൻ പിടിക്കാൻ പോയാലും ഒരിക്കൽ പോലും നീ വെറും കൈയോടെ വരൂല. എടാ, സാക്ഷാൽ അംബാനിയുടെ വീട്ടിൽ ദാരിദ്ര്യം വന്നാലും നിന്റെ വീട്ടിൽ അള്ളാഹു പട്ടിണി തരൂല. ഒരേ ഒരു നന്മ നിങ്ങൾ ചെയ്താൽ ഒരു കാലത്തും മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യുവോ? വെറുതെ കിട്ടൂല. ചെയ്യുവോ? ഉറക്കപ്പറ. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണമെന്നറിയോ? 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ല പറയുന്നു, 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു ത്വാഹ 132-ാമത്തെ ആയത്ത് പോയി ഓതി നോക്ക്. അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ തിന്നാൻ ഭക്ഷണം തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ, നിങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ആരാടോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ലേ? ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങൾ ആരെങ്കിലും ആണോ? അല്ല, പള്ളിയിലെ ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാടോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങൾ ആരുമല്ലടോ, ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സംശയമുണ്ടോ? പണ്ടൊരു ഉസ്താദ് പെണ്ണ് കാണാൻ വന്നപ്പോ, അല്ലോ എനിക്ക് വേണ്ട വാപ്പച്ചി, ശമ്പളമില്ല, അയ്യോ ചെറിയ ശമ്പളം പോ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ആലോചിച്ച് നോക്ക്. എടോ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമീങ്ങളാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദന്മാര് പറയുന്നത് കൊളസ്ട്രോളൊക്കെ കൂടുതലാന്നാ, ഇറച്ചിയൊന്നും വേണ്ടാന്നാ. ഇവിടുത്തെ ഉസ്താദന്മാരുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ മീൻ മാത്രമേ ഉള്ളില്ലേപ്പാ, കഷ്ണം മീൻ മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട്? ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? കൂലിപ്പണിക്ക് പോകുന്നവന് ഞങ്ങളുടെ നാട്ടിൽ 900 ഉണ്ട്. ഇവിടെ എത്ര ശമ്പളം? 1000 രൂപ. ഓന് ഉസ്താദിനോ? ഉസ്താദിന് ശമ്പളം എത്ര?
1000 രൂപ വെച്ചാണെങ്കിൽ 30,000 രൂപ വേണ്ട ഉസ്താദിന്റെ ശമ്പളം. ഉസ്താദിന്റെ ശമ്പളം എടുത്ത് കൂട്ടണ്ട, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ഉസ്താദ് ബാക്കിയുണ്ട് ബാങ്കിലിടുക. ഉസ്താദ് കടയിൽ പോയി ഫാത്തിഹ ഓതുമ്പോൾ നിനക്ക് 42 രൂപയ്ക്കും 38 രൂപയ്ക്കും കിട്ടുന്ന അരി ഉസ്താദിന് 2 രൂപയ്ക്ക് കിട്ടത്തില്ലല്ലോ. മീൻ കിട്ടുമ്പോൾ ഉസ്താദ് ട്യൂഷന് വിടണ്ടേ, മക്കളെ പഠിപ്പിക്കണ്ടേ, പാല് മേടിക്കണ്ടേ, പുസ്തകം മേടിക്കണ്ടേ, എല്ലാം ചെയ്യണ്ടേ ഉസ്താദ്. പെണ്ണുമ്പിള്ളിക്ക് സ്വർണ്ണം എടുത്തു കൊടുക്കണം, ചുരിദാർ എടുത്തു കൊടുക്കണം, ഫർദ എടുത്തു കൊടുക്കണം, ബീച്ചിൽ കൊണ്ടുപോകണം, കറങ്ങാൻ കൊണ്ടുപോകണം. അൽഹംദുലില്ലാ കല്യാണമുണ്ട്, വിരുന്നുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദ് ബാങ്കിൽ കൊണ്ടിടുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആകെ കിട്ടുന്നത് 15,000 രൂപ. പാകെ കിട്ടുന്നത്. തൊഴിലുറപ്പ് പോകുന്ന പെണ്ണുങ്ങൾക്ക് പോലും അതിനേക്കാളും ശമ്പളം ഉണ്ട് ഇല്ലേപ്പാ, അല്ലേ? അവർക്ക് 600 ആണെന്ന് തോന്നുന്നു ശമ്പളം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ടും അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആരും പള്ളിയിൽ പോയില്ലെങ്കിലും നിസ്കരിക്കാൻ ആര് പള്ളിയിലുണ്ട്? ഉസ്താദുണ്ട്. അതാ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ അള്ള പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. എന്ത് ചെയ്യണം? കേട്ടില്ല, പറ. എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കൂലേ? എല്ലാവരും നിസ്കരിക്കും. നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല. നിങ്ങളൊക്കെ നിസ്കരിക്കും. പക്ഷേ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. സമയത്ത് നിസ്കരിക്കോ? അതില്ല. സമയത്ത് നിസ്കരിക്കോ? നിന്റെ ജോലിയും തിരക്കെല്ലാം കഴിയുമ്പോൾ പോയിട്ട് അങ്ങോട്ട് നിസ്കരിക്കുക. പെണ്ണുങ്ങൾ, നീ എപ്പോഴാണ് ലോഹർ നിസ്കരിക്കുന്നത്? പള്ളിയിലെ മോദ്യം 12:30 കടന്നിട്ട് ബാങ്ക് വിളിക്കും, നീ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞ് പച്ചക്കറി വെക്കണം, സാമ്പാർ വെക്കണം, ചോറ് വെക്കണം, വീട് തൂക്കണം, തുടച്ചു വൃത്തിയാക്കണം, കുളിക്കണം. എല്ലാം കഴിഞ്ഞ് 2:45 ഒരു പോക്കുണ്ട്. എവിടെ? ഹജ്ജിന് പോവാ നീ? 2:45 എന്ത് നിസ്കാരതാത്ത? നിങ്ങൾക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനുള്ളതല്ല നിസ്കാരം. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട് സമയം. സമയം തെറ്റി നിസ്കരിക്കുന്ന പെങ്ങളെ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും മൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. വൈലെന്ന നരകം നിനക്കൊക്കെ ഉള്ളതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം നീ ചോദിക്കും, ഉസ്താദെ മീൻ പറ്റി, കരി പറ്റി, വിയർത്തു, എന്താ മീൻ പറ്റിയ കുളി നിർബന്ധമാവും? കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പെട്ടതാണോ? കരി പറ്റിയാ കുളിക്കണോന്ന് എവിടാ നീ പഠിച്ചിരിക്കണേ? മീനിന്റെ ചെതുമ്പല് പറ്റിയാ കുളിക്കണോ? എൻ്റെ പെങ്ങളെ കയ്യും കാലും കഴുകിയിട്ട് പോയി നിസ്കരിക്കണം. അല്ലാതെ നിസ്കാരം പിന്തിപ്പിക്കാനുള്ള കാരണമൊന്നുമല്ലത്. അതുകൊണ്ട് സമയത്ത് നിസ്കരിക്ക്. മരിക്കുന്ന കാലം വരെ ഭക്ഷണം അല്ല തരും. നീ പറയൂ, ഉസ്താദെ ഞാൻ കടലിൽ പോകുന്നവനല്ലേ, സുബഹി കടലിൽ പോയി എന്താ നിസ്കരിക്കാൻ പറ്റൂലേ? കടലിൽ പോയി നിസ്കരിക്കാൻ ഞാൻ നിസ്കരിച്ചിട്ടല്ലേ അങ്ങായി? സമയമായ നീ എവിടെ വേണമെങ്കിലും, ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നിനക്ക് നിസ്കരിക്കാമല്ലോ. അത് കടലിലാണെങ്കിലും കരയിലാണെങ്കിലും എവിടെയും. പള്ളിയിൽ പോകുന്നില്ല ഉസ്താദേ, ഇപ്പൊ ഒരു കസ്റ്റമർ വന്നാൽ കച്ചവടം പോത്തില്ല. അല്ലാഹു പടച്ചവനെ, അല്ലാഹു എടോ ചങ്ങാതി, നിനക്ക് കട തന്നതല്ല, സമ്പത്ത് തന്ന അല്ല, കച്ചവടം തന്നതല്ല, സർവ്വതും തന്ന അല്ല. അള്ളാഹ്ക്ക് തരാൻ മാത്രമല്ല അറിയുന്നേ, അത് തിരിച്ചെടുക്കാനും അള്ളാഹ്നറിയാം. ലൈൻ ശകർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും മിൻ അദാബി ലശദീദ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളൊക്കെ നിസ്കരിക്കണം. നിങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, ആമിനായെ നിസ്കരിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യയെയും നിങ്ങൾ നിസ്കരിപ്പിക്കണം. അവൾക്ക് ചെലവിന് കൊടുക്കുന്നത് നിങ്ങളാ, അവളെ നിസ്കരിപ്പിക്കണം. നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നിസ്കരിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മക്കൾ 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നാ. നിസ്കരിക്കാത്തതിൻ്റെ പേര് ഏതെങ്കിലും ഒരു വാപ്പ തല്ലിയിട്ടുണ്ടോ മക്കളെ? എടാ, നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക. ഒന്ന് കൈപൊക്കിക്കുക. ആ പൊക്കിയ വാപ്പമാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. ഞാനും നിങ്ങളെപ്പോലെ ചോറുണ്ണുന്നവനാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ അടിക്കാനാ? പണ്ടൊരുത്തൻ ഹജ്ജിന് പോയി, ജംറയിൽ പോയിട്ട് ഷെയ്ത്താനെ കല്ലെറിയ. അപ്പൊ ഷെയ്ത്താൻ ചോദിച്ചു, എത്ര അളിയാ നീ എന്നെ എറിയുന്നോടാന്ന്? നമ്മൾ തമ്മിലിത് വേണോടാന്ന്. വാപ്പ മോനെ തല്ലാൻ പോയാ മോൻ വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും. വാപ്പ നിങ്ങളൊന്ന് ആദ്യം പള്ളിയിൽ പോ, പിന്നെ എന്നെ തല്ലാൻ പാ. ഉമ്മ നിങ്ങളൊന്ന് ആദ്യം നിസ്കരിക്കുമ്മ, പിന്നെ എന്നെ. ഇതാ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളോട് പറഞ്ഞു കൊടുക്ക്, മരിക്കുന്ന കാലം വരെ തിന്നാൻ ഭക്ഷണം വേണോ? നിസ്കരിച്ചാൽ മതി, സമ്പാദിക്കണ്ട. നീ നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു പട്ടിണി തരൂല. അള്ളാഹു ഭക്ഷണം മരിക്കുന്ന കാലം വരെ തരും. ഇത് മക്കൾക്ക് പഠിപ്പിച്ചുകൊട്. ഇതാ ഉമ്മ ചെയ്യേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ.
നല്ല മരണം വേണോ ആർക്കെങ്കിലും? നല്ല മരണം വേണോ? നിസ്കരിച്ച അള്ളാഹ് നിനക്ക് നല്ല മരണവും തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കുന്നവർക്ക് അള്ളാഹ് എന്ത് തരും? നല്ല മരണം തരും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഇതിന് രണ്ടിനും തെളിവായിട്ടൊരു ചരിത്രമുണ്ടല്ലോ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രമുണ്ട്. അള്ളാഹു ഭക്ഷണവും കൊടുത്തു, നല്ല മരണവും കൊടുത്തു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായത് ശത്രുക്കളുടെ കയ്യിൽ കിട്ടി. ഹുബൈബിനെ പിടിച്ചുകൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബേ, നീ ഞങ്ങളുടെ കൂടെ നടന്നവനാ, നീ മതം മാറണം, ഇല്ലെങ്കിൽ കൊന്നുകളയും നിന്നെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. എടാ, പെണ്ണ് തരാമടാ, അധികാരം തരാമടാ, സമ്പത്ത് തരാമടാ, മതം മാറൂല. അവസാനം ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. ശത്രുക്കൾ പറഞ്ഞു, കഴുകുമരം റെഡിയാക്കാൻ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, അവസാനത്തെ അഭിലാഷം വല്ലതും ഉണ്ടെങ്കിൽ പറ, ചാകുന്നതിന് മുമ്പ് നിന്റെ അവസാനത്തെ മോഹം എന്താ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം, അവസാനത്തെ മോഹം നിസ്കരിക്കണം. ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് തങ്ങൾ നിസ്കരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴുക് റെഡിയാക്കുകയാണ്, തൂക്കുകയറ് റെഡിയാക്കുകയാ. ഇവന് ഭക്ഷണവും കൊടുക്കരുത്, വെള്ളവും കൊടുക്കരുത്, കൊണ്ട് പൂട്ടിയിടാൻ പറഞ്ഞു ഹുബൈബ് തങ്ങളെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയി ജയിലിൽ പൂട്ടിയിട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഈ ശത്രുക്കളുടെ നേതാവിന്റെ സഹോദരിക്കൊരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി മുട്ടിലഴയുന്ന പ്രായവാ. ആ കുഞ്ഞിങ്ങനെ എഴഞ്ഞഴഞ്ഞ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂമിനകത്ത് കയറിപ്പോയി. ഹുബൈബിന്റെ റൂമിനകത്ത് കയറിപ്പോയി കുഞ്ഞ്. ഉമ്മ കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു നടക്കുക. അങ്ങനെ തെരഞ്ഞു വരുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിലിരിക്കുന്നുണ്ട് ശത്രുവിന്റെ സഹോദരിയുടെ മകൻ. ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരിക്കുന്നുണ്ട്. ഈ പെണ്ണ് പേടിച്ചുപോയി. ശത്രുവിന്റെ അള്ളാഹുവെ തൂക്കിക്കൊല്ലാൻ വിളിച്ചിരിക്കല്ലേ, എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ റൂമിനകത്ത് കയറി ചെന്നപ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കുഞ്ഞിനെ എടുത്തു കൊടുത്തു. നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാ. ആ പെണ്ണ് പറയുകയാ, ജയിലിനകത്ത് ഹുബൈബിന് വെള്ളവും കൊടുക്കാതെ ഭക്ഷണവും കൊടുക്കാതെ പട്ടിണിക്കിട്ട് അടച്ചിട്ടിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പോയപ്പോൾ ഹുബൈബിൻ്റെ മുമ്പിൽ പാകമായ മുന്തിരിക്കൊല ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ പെണ്ണ് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ള കൊടുത്തു ഭക്ഷണം, കാരണം അള്ളയാ പറഞ്ഞത്, അള്ളാഹുവാണ് പറഞ്ഞത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹു തരും പെങ്ങളെ. ഒരിക്കലും അല്ലാഹു നിന്റെ വീട്ടിൽ പട്ടിണി ഇടൂല. ഒരിക്കലും വിശന്നുകൊണ്ട് കരയേണ്ട അവസ്ഥ വരൂല. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിനക്ക് ഭക്ഷണം തരും. നീ നിസ്കരിച്ചാ മതി. നിന്റെ മക്കളെ നിസ്കരിപ്പിക്കൂ. വാപ്പാ, നീ നിസ്കരിക്കൂ. മരിക്കുന്ന കാലം വരെ പടച്ചവന് ഭക്ഷണം തരികയാണ്. കൊല്ലാൻ വാക്കു പറഞ്ഞാൽ, മുഹമ്മദ് നബിയെ കുറിച്ച് മോശമായിട്ടൊരു വാക്കു പറഞ്ഞ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഹുബൈബേ. ചെറുപ്രായത്തിലെ ചാകണ്ടടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമല്ല. എന്നെ കൊന്നാലും ഞാൻ പറയൂല. ആ കടുകുമരത്തിൽ കിടന്നിട്ടാണ് ഹുബൈബ് പാടുന്നത്, വയ്യക്ക് തഴുരിജിലി. എന്നെ വെട്ടിക്കൊല്ലണോ, കുത്തിക്കൊല്ലണോ, തൂക്കിക്കൊല്ലണോ, കത്തിക്കണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ, എനിക്ക് മുസ്ലിമായി മരിച്ചാ മതി. എടോ, കുന്തമെടുത്തുകൊണ്ട് വന്ന് ഹുബൈബിന്റെ വയറ്റിൽ കുത്തിയിറക്കുകയാണ്, നെഞ്ചിൽ കുത്തുകയാണ്. എന്നിട്ട് ഇറച്ചിക്കടയിൽ ഇറച്ചി വലിച്ചു പറിക്കുന്നത് പോലെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇറച്ചി അങ്ങ് ജീവനോടെ വലിച്ചു
പിടിച്ചു പറിക്കുകയാ, പിടയുകയാ. ഹുബൈബ് തങ്ങൾ പിടയുകയാ. ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിന് അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാർ വേദന സഹിക്കാൻ കഴിയാതെ കടുകുമരത്തിൽ കിടന്ന് മരണവപ്രാളത്തിൽ പിടയുമ്പോ താഴെ നിന്ന് ചിരിക്കുകയാ, താഴെ നിന്ന് കളിയാക്കുകയാ, അവര് കണ്ടാനന്ദിക്കുകയാ, എല്ലാവരും ചിരിക്കുകയാണ്. ഹുബൈബ് കരയുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ അതാ വരികയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. മലക്ക് ഇസ്രായീൽ അനുയായികളുമായി കടന്നു വരികയാണ്. ഹുബൈബേ, എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ നീ കിടന്ന് കരയുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. കരയല്ലേടാ ഹുബൈബ്, പേടിക്കല്ലേടാ ഹുബൈബ്, വിഷമിക്കല്ലേടാ ഹുബൈബ്, എന്തിനാ നീ ദുഃഖിക്കുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയടാ ഹുബൈബ്. കഴുകുമരത്തിൽ കിടന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ പിടയുന്ന ഹുബൈബിനോട് മലക്കുകൾ പറയുകയാ, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിളിച്ചു പറയടാ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ കണ്ണ് തെള്ളിപ്പോയടോ, ഭയന്നു പോയടോ. അതുവരെ ചിരിച്ചവന്മാര് ഭയന്ന് വിറയ്ക്കുകയാണ്. ആരാ പറഞ്ഞു കൊടുത്തത്? ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനോട് മലക്കുകൾ പറഞ്ഞു, ശഹാദത്ത് കലിമ പറയാ. നിസ്കരിക്കു വാപ്പാ, നിസ്കരിക്കു പെങ്ങള്, നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാൽ വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കൂടപ്പിറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട, കൂട്ടുകാര് വേണ്ട, നാട്ടുകാര് വേണ്ട, പറഞ്ഞു തരുമടാ മലക്കുകള്, പറഞ്ഞു തരും ചെറുപ്പക്കാരാ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരും ശഹാദത്ത് കലിമ. ഒന്നാമത്തെ പ്രതിഫലമാണ്, ഒന്നാമത്തെ പ്രതിഫലമാണ്. നിസ്കരിക്കുന്നവൻ അല്ല കൊടുക്കുന്ന മരണമാ പറയുന്നത്. ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ. തൂങ്ങിച്ചത്തവന്റെ ജനാസ കണ്ടിട്ടുണ്ടോ? പേടിയാവുമ്മ, കണ്ണ് തെള്ളുകയാ, നാവ് കടിച്ചു മുറിക്കുകയാ, വായിലൂടെ പതയും നുരയും ഒഴുകുകയാണ്, ശരീരം വലിച്ചു കീറുകയാണ്, മലമൂത്ര വിസർജനം നടത്തുകയാണ്. അവനെ കണ്ടാ പേടിയാ, അവന്റെ മുഖം കാണാൻ പേടിയാ. എങ്കിൽ കഴുകുമരത്തിൽ കിടക്കുന്ന ഹുബൈബിന്റെ ചിരി കാണാൻ തിരക്കായിരുന്നു മോനെ. ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്, ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്. അല്ലാഹുവേ, കഅബയുടെ നേരെയാ, കഅബാലയത്തിന്റെ നേരെ തല വെച്ചുകൊണ്ടാണ് ഹുബൈബ് കിടക്കുന്നത്. ആ കടുകുമരത്തിൽ കിടന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഹുബൈബ് തങ്ങൾ ലോകത്തോട് യാത്ര പറയുകയാ. പടച്ചവനെ, കലി കൂടുകയാണ്, ശത്രുക്കൾക്ക് വാശി കൂടുകയാണ്. ഇവന്റെ ജനാസ പോലും കൊടുക്കരുത്, ഇവിടെ കടന്ന് പുഴുത്തു നാറട്ടെ. ഹുബൈബ് തങ്ങളുടെ ജനാസ കൊടുത്തില്ല, കെട്ടിത്തൂക്കി കെട്ടിരിക്കുകയാണ്. ശത്രുക്കള് കാവല് നിൽക്കുകയാണ്, ശത്രുക്കള് കാവല് നിൽക്കുകയാണ്. പടച്ചവരെ, അള്ളാന്റെ റസൂലിന് സങ്കടമായടോ, നബി തങ്ങൾക്ക് സങ്കടമാവുകയാ. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സഹാബാ, ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നതാരാ? യാ റസൂലല്ലാഹ്,
അള്ളാന്റെ നബിയേ ഞാൻ പോകാൻ നബിയേ, ഞാൻ പോകാൻ നബിയേ. പടച്ചവനെ, ഒരു ചെറുപ്പക്കാരൻ കടന്നു പോവുകയാണ്. സ്വഹാബി വര്യം പോകുമ്പോ കാവല് നിൽക്കുന്നവന്മാര് മുഴുവനും കള്ളു കുടിക്കുകയാണ്. അവർ ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരി, ഒരു പെണ്ണ് ഓടി വരികയാ, ഒരു പെണ്ണ് ഓടി വരികയാ. ആ പെണ്ണ് ചോദിക്കുന്നു, തലയെവിടെ? ഉബൈബിന്റെ തലയെവിടെ? ഈ പുഴുത്തു കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണേ? ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയെ കുറിച്ച് നിനക്കെന്തിനാ? ഈ ചത്തവന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ, ഞാൻ ശപഥമെടുത്തിട്ട് വന്നതാണ്. ഉബൈബിന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊടിച്ചു കുടിക്കണം. പടച്ചവന്, നിങ്ങളിലാരാ, നിങ്ങളിലാരാ ഉബൈബിന്റെ തല കൊണ്ട് തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാ. മാദല്ലോ ഓടുകയാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടുന്നതിന് വേണ്ടി വാളെടുത്തുകൊണ്ട് പായുമ്പോ സ്വഹാബി പറയുകയാ, ഇന്ത പരപരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണാൻ മുകളിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ജീവനും കൊണ്ടോടുകയാണ്, ജീവനും കൊണ്ടോടുകയാണ്. എന്താണ് നടക്കുന്നതെന്നറിയുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ് തങ്ങളുടെ ജനാസ കെട്ടി തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജനാസ കാണുന്നില്ല നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. സ്വഹാബ ഉബൈബിനെ ഖബറടക്കി. സ്വഹാബ, ആരാ നബിയേ, ആരാ നബിയേ? ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഉബൈബ് ബിൻ അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ആരാണ് ഖബറടക്കിയതെന്നറിയുവോ? നിസ്കരിക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, വെറുതെയാകില്ലടാ മോര്, വെറുതെയാകില്ലടാ മോര്. ആ കഷ്ടപ്പെട്ടത് വെറുതെയാകില്ലോ, വേച്ച് വേച്ച് പള്ളിയിൽ പോയത് വെറുതെയാകില്ലോ. ഒരു ദിവസം ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുകയാണ്, ഓടുകയാണ്. കേട്ടവർ നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പടച്ചവനെ, കുടുംബക്കാര് മുഴുവനും വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, ചൂടുവെള്ളം തയ്യാറാക്കുകയാ. പലരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. കുറച്ചു കഴിയുമ്പോ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ പുറകിൽ കൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാണ്. വസ്ത്രങ്ങൾ ഊരിയെടുക്കുകയാണ്, സ്വർണ്ണാഭരണങ്ങൾ ഊരി മാറ്റുകയാണ്, നജസുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്. എന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാണ്. സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാണ്, ഒതുവെടുപ്പിക്കുകയാണ്, നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. റൂമിന്റെ വെളിയിലേക്ക് ഒരാൾ ഇറങ്ങി വരുന്നു. എല്ലാവരും മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക്. എല്ലാവരും മാറി നിന്ന് കഴിയുമ്പോ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വരികയാ. അല്ലാഹുവേ, അതാ 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില് നിന്നെ കൊണ്ട് വന്ന് മലർത്തിക്കിടത്തുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ആള് കൂടിയിട്ടില്ല.
കുടുംബക്കാരും നാട്ടുകാരും ബന്ധുക്കളുമല്ല എല്ലാവരും നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, അപ്പോൾ ഒരാൾ ചോദിക്കുകയാ, പഞ്ഞി എവിടെ? സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാ ഉമ്മ പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. കാണണ്ടവരൊക്കെ കണ്ടോ പുതിയ പോകുകയാ, എല്ലാവരും തിരക്കു കൂട്ടുകയാണ്. അപ്പോഴാണ് വിളിച്ചു പറയുന്നു, കണ്ടതൊക്കെ മതി പുതിയാർ, അവിടുന്ന് ജനാസ പൊതിഞ്ഞു വാപ്പാ, ഇനി കൊണ്ടുപോകാൻ പോകുകയാ, ജനാസ കൊണ്ടുപോകാൻ പോകുകയാ. VVIP മരിച്ച VVIP കാണാൻ വരുമല്ലോ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ച ഉപ്പാ, നിസ്കരിച്ച ഉമ്മ, നീ അല്ലാഹുവിന്റെ ആളല്ലേ, അല്ല ഇഷ്ടപ്പെട്ടവനല്ലേ, അതുകൊണ്ട് പടച്ചവനെ കാണാൻ വരികയാ. നിങ്ങളുടെ നാട്ടിലെ പള്ളി നിറയുകയാ, സ്ഥലമില്ലടോ, സ്ഥലമില്ലടോ. പള്ളിയും പരിസരം മുഴുവനും ജനസാഗരമാണ്, കാലുകുത്താൻ കഴിയാത്ത രീതിയിൽ തിരക്കാണ്. ആര് വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ല, പടച്ചവനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ല. പിന്നെ ആര് വരുമെന്നറിയുമോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂ. മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ആ പള്ളിയിൽ പോയി നിസ്കരിച്ച എന്റെ യുവത്വമേ വരുമടാ, കബറടക്കാൻ മലക്കുകൾ വരുമടാ. സിറാജ് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവേ, ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയത് മലക്കുകളാ സഹാബ എന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കരിക്കടോ, മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരികയാ, നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ, എന്നൊരു മനുഷ്യൻ പറഞ്ഞ അവൻ അല്ലാഹു കൊടുക്കുന്ന 10 പ്രതിഫലത്തിൽ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു അവന്റെ റിസ്കില്, അവന്റെ ഉപജീവനത്തില് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടെ പറഞ്ഞു നമുക്ക് ദുആ ചെയ്തു പിരിയാ.